സുജാതച്ചി, താലിമാല പൊട്ടി താഴെ വീണല്ലോ. ആപത്ത്. ദൈവം ആപത്ത് വരാൻ പോകുന്ന കാര്യം നേരിട്ട് കാണിച്ചു തരിക. ഈ വീട്ടിലെ ഏതോ ഒരാളുടെ താലി അഴിയാൻ പോകുന്നു. വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത്. നീ വാടകടി. കണ്ണു മുമ്പിൽ കണ്ട കാഴ്ച വിളിച്ചു പറഞ്ഞപ്പോ അത് ആവശ്യമില്ലാത്തായി പോയോ? ഇവിടെ ആരോ ഒരാള് വിധവയാകാൻ പോകുന്നു. വെറുതെ അങ്ങനെ താലിമാല പൊട്ടി വീഴില്ല. അത് പൊട്ടി വീണ അതിന്റെ ലക്ഷണം ഇത് തന്നെയാ. ആരുടെയോ ഒരാളുടെ ഭർത്താവ് മരിക്കും. ആവശ്യമില്ലാത്തത് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത്. അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്നതിനാ? ഞാനൊരു സൂചന പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആരുടെ ഭർത്താവാണ് മരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതൊരു ജോത്സ്യനോട് ചോദിച്ചാലും ഇത് തന്നെ പറയുള്ളൂ. ആ പേട്ട് ഗുരുജി എങ്ങനെ ഇത് കണ്ടോണ്ട് വന്നിരുന്നെങ്കിലേ മൊത്തം ഭർത്താക്കന്മാർക്ക് മരണം പ്രവചിച്ചേനെ. സമുദ്രപൂജ ചെയ്യാനും ഉപദേശിക്കും. പിന്നെ എല്ലാത്തിനെയും കടലിൽ ചാടിക്കും. താലിമാലയുടെ കൊളുത്ത് മുറുക്കിയിട്ട് നീ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് കല്യാണി. ഇതൊന്നും കേൾക്കാൻ നീ നിൽക്കണ്ട. നിന്റെ താലിമാല പൊട്ടി വീണ നിനക്ക് തന്നെ അത് ഫലിക്കണമെന്നില്ല. ചിലപ്പോ എല്ലാം കൂടെ ഫലിക്കാൻ പോകുന്നതേ അഖിലാന്റിക്കായിരിക്കും. നോക്കി ദഹിപ്പിക്കണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നീ വേഗം പോകാൻ നോക്ക് കല്യാണി. അത് തന്നെ, വേഗം ചെല്ലാൻ നോക്ക്. ചിലപ്പോഴേ ഇത് ശിവരാമൻ അങ്കിളുടെ അവസാനത്തെ ആഹാരമാണെങ്കിലോ? ഇത് ഞാൻ കരുതി വെച്ചിരുന്നതാ. ഇനി അനാവശ്യം പറയാൻ ഈ നാവ് പൊന്തിയ അത് പിഴുതെടുത്ത് ഞാൻ റോഡിലെറിയും. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ കാത്ത് എത്ര നേരം ഇവിടെ നിൽക്കുന്നു. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഒന്നും പറയണ്ട ആന്റി, ഞാനൊന്ന് കിച്ചൺ വരെ പോയതാ. ഓ, കിച്ചൺ? കുറുക്കൻ കോഴിക്കൂട്ടി കിടന്ന് ചുറ്റി കറങ്ങുന്ന പോലെ ഏത് നേരവും കിച്ചണിൽ കിടന്ന് കറങ്ങിക്കോളൂല്ലോ. പിന്നെ എനിക്ക് വിശക്കൂലേ? അയ്യോ, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അക്കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു പരിധിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ ഇടപെട്ടോണ്ടാ എനിക്കിപ്പോ കിട്ടിയത്. നിനക്ക് എന്ത് കിട്ടിയെന്നാ? ഒരു ചെറിയൊരു സമ്മാനം. സമ്മാനം കിട്ടിയെന്നോ? എന്തിന്? ഒരു പ്രവചനം നടത്തിയതാ. നീ എന്താ ഈ പറയുന്നേ? ഒന്ന് തെളിച്ചു പറയോ? എന്റെ ആന്റി, ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോ അമ്മായിയപ്പനുള്ള ആഹാരവുമായി കല്യാണി ആശുപത്രിയിൽ പോവാൻ വേണ്ടി ഇറങ്ങുന്നു. പെട്ടെന്ന് അവളുടെ താലിമാല പൊട്ടി നിലത്ത് വീണു. അതിന്റെ ലക്ഷണം ഞാൻ വിശദീകരിച്ചു. ഓ, അവള് നിന്നെ അടിക്കാനും മാത്രം വളർന്നോ? അല്ല, അതിപ്പോ ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ആന്റി, അവളെ ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും. തൽക്കാലം പോട്ടെ.
നിനക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരാം. നേരോ? ആ നേര്. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ വിലാസിനി ആന്റി എത്ര നല്ലവളാണ്. അയ്യോ, പുകഴ്ത്തലൊന്നും വേണ്ട, എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ നടപ്പാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഭക്ഷണം കിട്ടുമെങ്കിൽ എന്ത് ക്രൂരകൃത്യം ചെയ്യാനും ഞാൻ തയ്യാർ. തയ്യാറല്ലേ? തയ്യാർ, 100 വട്ടം. ഇത് പ്രിയങ്ക ഏൽപ്പിച്ച ദൗത്യാണ്. ആണോ? എങ്കിലത് ഒരിക്കലും നല്ല കാര്യം ആയിരിക്കില്ലല്ലോ. പറയാൻറ്റി. ഇത് നിസാരമായിട്ട് നടപ്പാക്കാം. ഞാൻ ഏറ്റു. ഈസി അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ്. ഓൾഡ് ഈസ് ഗോൾഡോ? മിന്നുന്നതെല്ലാം പൊന്നല്ലാന്ന്. ശരി, നീ വേഗം പോയി നന്ദനയുടെ മുറി വരെ ചെന്ന് അവള് താഴേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോന്ന് നോക്ക്. ശരി ആന്റി. അപ്പോ മോളെ നന്ദന, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. ഞാൻ തല്ലിയതങ്ങ് മറന്നേക്ക്. മറ്റുള്ളവരെ പോലെ എന്റെ മോളാവരുത്. അച്ഛൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. പോട്ടെ, ഞാനിപ്പോ ശിവരാമകൃഷ്ണനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. നീ വരുന്നോ? ഞാനും വരുന്നുണ്ട് അച്ഛാ. എന്നാ വേഗം തയ്യാറായിക്കോ. ആന്റി, എന്തായി? അവളും അവളുടെ അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ശിവരാമൻ അങ്കിളിനെ കാണാൻ വേണ്ടി. ഇപ്പൊ ഇറങ്ങും. ആണോ? ഇന്ന് വേഗം നീ വാ. അതെ, എല്ലാവരും ഹോസ്പിറ്റലില. ഈ തക്കത്തിന് അത് ചെയ്യണം. അവള് തെന്നി വീണ് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതോടെ തീരണം. സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. അവരിപ്പോ വരും. വേഗം വാ. വെളിച്ചെണ്ണത് എവിടെയാ വെച്ചേക്കുന്നത്? അയ്യോ, ഇവിടെയില്ല. വെളിച്ചെണ്ണ എവിടെ വെച്ചേക്കുന്ന? നീ നോക്ക്. അതെ, അത് തന്നെ വിളിച്ചില്ല. പെട്ടെന്നാവട്ടെ. പിന്നെ വേഗം ഇത് കൊണ്ട് ചെന്ന് ആ സ്റ്റെയർ കേസില് അവര് വരുന്ന ഭാഗത്ത് ഒഴിക്കണം. പെട്ടെന്ന് ചെല്ല്. നീ ഇതൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. മഹാപാപം ചെയ്യരുത് മാഡം. മിണ്ടരുത്. ആരോടെങ്കിലും ഇത് പറഞ്ഞു പോയാ നിന്റെ കഥ ഞാൻ തീർക്കും. കേട്ടോടി? നീ ചെല്ല്. കേട്ടല്ലോ. ചെല്ല് ചെല്ല്. പോ പോ. ഈശ്വര. ഇവിടെ ഒഴിക്കാം. മതിയടി, വാ. അത് വരുന്നു. നീ ഇങ്ങോട്ട് വാ.
ആ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാം. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഹലോ. ഞാൻ വിളിക്കാം. അച്ഛാ. അയ്യോ എന്താ പറ്റി? അയ്യോ അച്ഛാ, അച്ഛാ എന്താ പറ്റി? ആ മോളെ താഴേക്ക് വരരുതേ. ഇവിടെ ആരോ എണ്ണ ഒഴിച്ചിരിക്കുക. നീ ചെല്ലും. ഞാനോ? പോ. അയ്യോ എന്താ? എന്ത് പറ്റി അങ്കിളെ? എന്ത് പറ്റിയതാ? തലകറങ്ങി വീണാണോ? അയ്യോ എനിക്കറിയാമായിരുന്നു ഈ വീട്ടിൽ ഇതുപോലെ കുറെ ചതിപ്രയോഗങ്ങൾ ഉണ്ടാവുമെന്ന്. എന്ത് പറ്റി നാരായണേട്ടാ? ഈ ചതിക്ക് പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അയ്യോ നാരായണേട്ടാ. വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നടപ്പാക്കി കാണിച്ചു തരാം. മോളെ, നീ തിരിച്ചു മുറിയിലേക്ക് പൊക്കോ. എന്തായാലും ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോണ്ട. ഇനി മുതൽ നീ സൂക്ഷിക്കണം. ദേ, ഇവരൊക്കെ പതിയിരുന്ന് ആക്രമിക്കുന്നവരാ. സുജാത. സർ. ദേ, ഈ സ്റ്റെയർ കേസൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി. ശരി സർ. ഹലോ. ആ അങ്ങനെ സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ചു വിട്ട ഗതിയായല്ലേ എനിക്ക്. അതെ, അവൾ എന്തോ സീരിയസ് ആയ ആലോചനയില്ല. ഇനി അമാന്തിക്കണ്ട. ഇപ്പൊ നല്ല സൗകര്യ. നീ ചെന്ന് ഞാൻ പറഞ്ഞ പോലെ അവളോട് പറ. ഞാൻ പറഞ്ഞ ഏക്കുവോന്ന എന്റെ ഒരു സംശയം. നീ പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. എന്നെ അവള് കാണുന്നത് ചുടലേക്ഷയായിട്ടാ. ഞാൻ പോയി പറയാല്ലേ? വേഗം പോയി പറ. ഹോട്ടലിൽ നിന്ന് ഞാൻ വല്ലതും വരുത്തി തരണമെങ്കിൽ മതി. ഒന്ന് പോവാൻഡി. ഈ ഒരു ദൗർബല്യ എന്നെ തകർക്കുന്നത്. എന്ന് വേഗം ചെല്ലിപ്പോ. പോടി ചെല്ല്. ഹായ്. നന്ദന. എന്താ? എനിക്ക് മാപ്പ് തരണം. ഏത് മാപ്പ്? ഇന്ത്യയുടെ മാപ്പോ ചൈനയുടെയോ അത് പാകിസ്ഥാന്റെയോ? അയ്യോ, ആ മാപ്പല്ല. ക്ഷമിച്ചു എന്നൊരു വാക്ക് അത് നന്ദന പറയണം. എന്തിന്? അത് ഞാൻ ചെയ്തതല്ല, എന്നെ കൊണ്ട് മറ്റൊരാൾ ചെയ്യിപ്പിച്ചതാ. അയ്യോ, എന്ത്? സ്റ്റെയർ കേസിൽ വെളിച്ചെണ്ണ ഒഴിച്ചേ നന്ദനെയും നന്ദനയുടെ വയറ്റിൽ വളരുന്ന ബേബി നന്ദനെയും കൊല്ലാൻ നോക്കിയതേ മറ്റൊരാള് പറഞ്ഞിട്ടാ. എന്റെ അമ്മ, ആ മറ്റൊരാളെ എനിക്കറിയാം. വിലാസിനി ആന്റി അല്ലേ? അയ്യോ, ആ പഞ്ചപാവത്തിന് സംശയിക്കല്ലേ. കാര്യം അവര് വിളഞ്ഞ വിത്ത പച്ച വെള്ളത്തിൽ വരെ ആണിയടിച്ച് കയറ്റും. പക്ഷേ ഈ കാര്യത്തിൽ വിലാസിനാടി നിരപരാധിയാണ്. നന്ദനയോട് ഈ ക്രൂരത ചെയ്തതറിഞ്ഞേ വിലാസിനാന്റിയെ എന്റെ ഈ 2 ചെവിക്കുറ്റിക്കും കൈ കൊണ്ട് ഓരോ പൂശുപൂശി. അതെപ്പോ?
നന്ദനയുടെ അച്ഛൻ നടു ഇടിച്ച് വീഴുന്ന കണ്ടിട്ടേ വിലാസിനി എന്റെ ജീവശവം പോലെയായി. എന്ത് ശവം? ജീവശവം. അയ്യേ, പിന്നെ ആര് പറഞ്ഞിട്ടാ ഈ 4-ാം കിട വെളിച്ചെണ്ണ പരിപാടി ഒരുക്കിയത്? അത് ഒരാള് പറഞ്ഞിട്ടാ. ആ ഒരാൾ ആരാ? അത് തൃച്ചംബരത്ത് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ആനന്ദേട്ടന്റേതാകണമെന്നും അതുകൊണ്ട് നന്ദനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും ഒരാള് പറഞ്ഞു. ആ ഒരാളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? അയാളുടെ പേര് പറ. അതോ അയാൾക്ക് പേരില്ലേ? ആ പേര് പറയുമ്പോഴേ നന്ദന പൊട്ടിത്തെറിക്കരുത്, കോപം കൊണ്ട് ജ്വലിക്കുകയും ചെയ്യരുത്, അവളെ കൊല്ലുകയും അരുത്. കല്യാണി പറഞ്ഞിട്ടാ ഞാനത് ചെയ്തത്. പൊട്ടിത്തെറിക്കുന്നില്ലേ? എന്തോ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നില്ല. കോപം കൊണ്ട് ജ്വലിക്കുന്നില്ലേ? ജ്വലിക്കാനുള്ള തീ അത്ര പോരാ. പക്ഷെ ജയന്തിക്കുള്ളത് ഞാൻ തരും. എനിക്ക് കുഴിമന്തി മതി. കൈമന്തി ഇതിരിക്കട്ടെ. ഇത് പാവം കല്യാണിക്കെതിരെ ഏഷണി പറഞ്ഞതിന് എന്റെ വക ഒരു പാരിതോഷികം. അയ്യോ, കുറച്ചു നേരം കൂടി നിന്നാ ഒരു പാരിതോഷികം കൂടി തരാം. അതെന്ത് പാരിതോഷികം? അരവിന്ദിന്റെ വക. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അയ്യോ വേണ്ട, ഞാൻ ഇത് കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. അത്യാഗ്രഹം പാടില്ലല്ലോ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവുന്ന അമ്മ പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഗുഡ് നൈറ്റ്. പോരു പോരു പോരു. എന്റെ ദൈവങ്ങളെ, ശിവരാമ സാറിന് ഒരു ആപത്തും വരുത്തല്ലേ. ഇപ്പൊ ഉണ്ടായ അസുഖം എത്രയും പെട്ടെന്ന് മാറണം. ഒരു കുഴപ്പവും വരുത്തരുത്, ഞങ്ങളെ പരീക്ഷിക്കരുതേ. സർവേശ്വര ഭഗവാനെ, അദ്ദേഹത്തിനൊന്നും വരുത്തരുത്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കാത്ത ആളെ ശിവരാമ സാർ. എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കണേ. അവരെത്തിയല്ലോ. അവിടെ ഇരിക്കും. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കൊന്നുമില്ല, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഇതുവല്ല ഗ്യാസോ മറ്റായിരിക്കുമെന്ന്. സത്യം പറഞ്ഞ ഞാനങ്ങ് പേടിച്ചുപോയി. 2 അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ. അത്ര പെട്ടെന്നൊന്നും എന്നെ അങ്ങ് വിളിക്കില്ല നാരായണ.
മനസ്സ് വേദനിച്ചപ്പോ ഹൃദയം ഒരു സൂചന വന്നു, അത്രയേ ഉള്ളൂ. അല്ല, മരണസൂചന.